നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ശരിക്കും എന്നോട് സംസാരിക്കുന്ന ആ ദൈവം എന്ത് ജോലിയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. ദൈവം പറയുന്നത് ഈ കാലഘട്ടത്ത് ശരിക്കും ദൈവം ഉദ്ദേശിക്കുന്ന, അതായത് സൃഷ്ടാവാം ദൈവത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയും അതിനായി ജനിക്കുകയും ചെയ്ത അനേക ആത്മാക്കളുണ്ട്. ആദ്യം ഈ ആത്മാക്കളുടെ പ്രത്യേകത ഞാൻ പറയാം. അവരിപ്പോൾ ഏത് മതത്തിലാണ് അവർ ജനിച്ചെങ്കിൽ പോലും അവർക്ക് ആ മതത്തിൽ തൃപ്തി വരില്ല. അവർക്ക് അവരുടെ ഉള്ളിൽ അവരുടെ ആത്മാവ് തന്നെ അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇതെല്ലാം ഒന്നുമല്ല, ഒറ്റ ദൈവമേ നമ്മുടെ പ്രപഞ്ചത്തിലുള്ളൂ, ഒരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട്, അതാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്, ബാക്കിയുള്ളതെല്ലാം നമുക്ക് അത് യോജിച്ചതല്ല, അല്ല ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതിൻ്റെയൊക്കെ പിന്നിൽ കാര്യം എന്താണ്, ഇങ്ങനെ പല സംശയങ്ങളായിട്ട് ഒരു മതത്തിലും അവരടിയുറച്ച് വിശ്വസിച്ച് അത് ഫോളോ ചെയ്ത് പോകാൻ കഴിയില്ല. അങ്ങനെയുള്ള ആത്മാക്കൾ ശരിക്കും പറഞ്ഞാൽ ആ ദൈവത്തിലേക്ക് എത്താൻ വേണ്ടി വന്ന പഠിച്ച് ഒരു ലെവലായ ആത്മാക്കളാണ്. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ തന്നെ, എൻ്റെ പണ്ടത്തെ മനസ്സും പണ്ടേ ഉള്ള എൻ്റെ മനസ്സ് ഒറ്റ ദൈവമേലേ ഉള്ളൂ. പിന്നെ ഈ ആൾക്കാർ ഈ അമ്പലത്തിൽ പോയി ഇങ്ങനെ കാണിക്കുന്നത്, അവിടെ പോയി ഇങ്ങനെ കാണിക്കുന്നത്, അപ്പം ഹിന്ദുക്കളെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഇവര്, അല്ലെ പിന്നെ മുസ്ലിങ്ങളെ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള മതക്കാരെ കാര്യങ്ങളെല്ലാം അവർക്ക് ജോലി കിട്ടുന്നുണ്ട്, അവർക്ക് കുടുംബം ഉണ്ടാകുന്നുണ്ട്, അവർക്ക് മക്കളുണ്ടാകുന്നുണ്ട്. അപ്പം അവർക്കൊക്കെ ഇത് ചെയ്തു കൊടുക്കുന്നത് ആര്? ഇപ്പം അമ്പലത്തിൽ പോയാൽ അവിടെ പോയി പ്രാർത്ഥിച്ചാലേ ഇതൊക്കെ കിട്ടുള്ളെങ്കിൽ ഇവർക്ക് പിന്നെ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് ആര്? അപ്പം അവർക്ക് വേറെ ദൈവമാണ്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് വേറെ ദൈവം ഉണ്ടാകും, ക്രിസ്ത്യാനികളുടെ യേശു എന്ന് പറഞ്ഞ ആളാണോ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്? അപ്പോൾ ഇങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ മൊത്തം ഒരു കൺഫ്യൂഷനാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ അന്നേ എൻ്റെ മനസ്സിൽ കിട്ടിക്കൊണ്ടിരിക്കും, ഇതെല്ലാം നോക്കുന്നത് ഒരു ഒറ്റ ശക്തിയേ ഉള്ളൂ, ബാക്കിയെല്ലാം അതിൻ്റെ കീഴിലാണ് എന്നൊരു മനസ്സ് പണ്ടേ ഉണ്ട്. പക്ഷെ ആരെന്ന് എനിക്കറിയണ്ട. അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന് എനിക്ക് തൃപ്തിയില്ല. അപ്പം തൃപ്തി വരാത്ത സമയത്താണ് എൻ്റെ അകത്തെന്ന് പറയും, നീ ഇനി എന്നെ അന്വേഷിക്കുക. കാര്യം എനിക്ക് തൃപ്തി ഇല്ലെന്നുള്ളവരും എനിക്ക് എന്നോട് ഇടപെടുന്ന ശബ്ദത്തോട് ഞാൻ പറയും, അപ്പം ഇനി എന്നെ അന്വേഷിക്കുക എന്ന് പറഞ്ഞ് അപ്പം ഞാൻ അടുത്തടുത്ത് പോകും. ഇങ്ങനെ പോയാണ് അവസാനം എനിക്കത് ഉറപ്പായത് ഇതെല്ലാം നിയന്ത്രിക്കുന്ന ഒരൊറ്റ ശക്തിയാണെന്നും അതിൻ്റെ കീഴിലുള്ളതാണ് ബാക്കി കാണുന്ന എല്ലാ ശക്തികളും എന്ന് മനസ്സിലായി. അപ്പം ഇതേ മാനസികാവസ്ഥയും ഇതേ ഒരു വിശ്വാസവും ഉള്ള ഒരു കൂട്ടം ജനം ഈ ഭൂമിയിലുണ്ട്. അപ്പം അവര് ഈ ഒരു മനസ്സായത് കാരണം അവർക്ക് ഏതെങ്കിലും ഒരു മതത്തിൽ അടിയുറച്ച് വിശ്വസിച്ചാൽ ആ മതത്തിലൂടെ അവർക്ക് തൃപ്തിയോ ഒരു രക്ഷയോ അവർക്ക് വരില്ല. കാരണം അവരുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ ലക്ഷ്യം ആ സൃഷ്ടാവ ദൈവത്തിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്, ആ ദൈവത്തോട് അടുക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ വീട്ടുകാരോ നാട്ടുകാരോ നീ പള്ളിയിൽ പോകണം അല്ലെങ്കിൽ നീ അമ്പലത്തിൽ ദിവസവും പോകണം എന്ന് പറഞ്ഞാൽ അവർക്കത് തൃപ്തി വരില്ല. ഇങ്ങനെ തൃപ്തി വരാത്തത് കാരണം അവർക്ക് ആ പോകുന്ന മേഖലയിലൂടെ ഒന്നും അവർക്കൊരു ഉയർച്ചയൊന്നും അവർക്ക് വരികയില്ല. ഇത് മനസ്സിലായിക്കൊണ്ട് ചില തിന്മയുടെ ശക്തികൾ ഇവരെല്ലാവരെയും കൂടുതൽ കുരുക്കി ഒന്നും ചെയ്യാൻ പറ്റാത്ത ലെവലിലാക്കിയ ഒരവസ്ഥയിൽ അനേകരുണ്ട്. അവരെ ഞാൻ കണ്ടെത്തണം, അവരുമായി ഒരു ബന്ധം ഉണ്ടാക്കണം, എന്നിട്ട് അവർക്ക് വേണ്ട ആ ദൈവത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളും ആ സൃഷ്ടാവ ദൈവത്തിലേക്ക് എത്തേണ്ട വഴികളും അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതാണ് ദൈവം എന്നെ ഏൽപ്പിച്ച ജോലി. അവരെ കണ്ടെത്തുകയും അവരെ സഹായിക്കുകയും ചെയ്യണം. ഇതാണ് ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ജോലി. എന്താണ് ഇപ്പോൾ അങ്ങനെ ഒരു ജോലി ഏൽപ്പിച്ചതെന്ന് വെച്ചാൽ, ഇനി അങ്ങോട്ട് പ്രകൃതി ശരിക്കും മനുഷ്യർക്കെന്നല്ല ഭൂമിക്ക് നെഗറ്റീവായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം നെഗറ്റീവ് എനർജി വർദ്ധിക്കുമ്പോൾ തിരിച്ച് നെഗറ്റീവ് തന്നെ മനുഷ്യർക്ക് അനുഭവിക്കേണ്ടതായി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ യുദ്ധങ്ങളും ദുരന്തങ്ങളും ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും രോഗങ്ങളും ഇതെല്ലാം കൂടി വരും. ഇങ്ങനെ വരുന്നൊരു അവസരത്തിൽ സൃഷ്ടാവാം ദൈവത്തിന് മാത്രമേ ഇതിൽ നിന്ന് ഒരു രക്ഷ നൽകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത് എങ്ങനെയുള്ളവരെ സൃഷ്ടാവ ദൈവം രക്ഷിക്കും? ആ ദൈവത്തോട് അടുക്കുകയും ആ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം ഒരു വഴി തുറന്നു കൊടുക്കും എന്ന് എന്നോട് പറയുന്നുണ്ട്. ഇത് 100% ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അങ്ങനെ ഒരു കാലഘട്ടം വരുമ്പോഴേ എനിക്ക് കറക്റ്റ് അത് മനസ്സിലാവുകയുള്ളൂ, പറഞ്ഞു തരാനേ പറ്റുള്ളൂ. എന്നിട്ട് എനിക്ക് പല പല കാര്യങ്ങളും ദുരന്തങ്ങളും എൻ്റെ ചെറുപ്പകാലം മുതലേ ഞാൻ ഇങ്ങനെയുള്ള ദുരന്ത സ്വപ്നങ്ങളൊക്കെ കാണുമായിരുന്നു. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ വരുന്നതെന്ന് ആലോചിച്ച് എനിക്കേ പിടിയില്ല. പിന്നീട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഞാനൊരു കോളേജിലൊക്കെ ഒരു പ്രീ ഡിഗ്രി കോളേജിൽ പഠിക്കുന്ന കാലത്തൊക്കെയാണ് ഈ സിനിമകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പം ഞാൻ ഈ കണ്ട പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ അതിനകത്തുണ്ട്. ഈ ഏലിയൻസ് ഒക്കെ വരുന്നതും അവർ ഭൂമിയെ ആക്രമിക്കുന്നതും ഇതൊക്കെ ഞാൻ പണ്ടേ സ്വപ്നം കാണാറുണ്ട്. പക്ഷെ ഇതെല്ലാം പിന്നീട് സിനിമകളിലൂടെയൊക്കെ എനിക്കത് മനസ്സിലായി, ഈ ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്ന്. അപ്പം പിന്നീട് ദൈവം സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് ഇങ്ങനൊരു കാലഘട്ടം വരുന്നെന്നും ആ ഒരു കാലഘട്ടത്ത് ഇങ്ങനെയൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങളും കാര്യങ്ങളെല്ലാം ഭൂമിക്ക് സംഭവിക്കുമെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം?
അതാണ് ദൈവം പറഞ്ഞെന്ന വഴി. ആ ദൈവത്തോട് അടുക്കുക. പ്രകൃതിയാണ് നമുക്ക് ദോഷമായി നിൽക്കുന്നത്, ആ പ്രപഞ്ചമാണ് നമുക്ക് തിരിഞ്ഞു നിൽക്കുന്നത്. അപ്പൊ ആ പ്രപഞ്ചത്തെ സ്നേഹിക്കുകയും ആ പ്രപഞ്ചം പറഞ്ഞ നിയമിച്ചിരിക്കുന്ന നിയമത്തിനനുസരിച്ച് നമ്മൾ നിൽക്കുകയും ചെയ്താൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമുക്കൊരു രക്ഷ കിട്ടും. അവരെ വെച്ചും കൊണ്ട് ദൈവം ഒരു പുതിയ കാലഘട്ടം ഉണ്ടാക്കാൻ പോകുന്നു. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞതിന് ശേഷമാണ് ദൈവം പറഞ്ഞത് മറ്റ് ഗ്രന്ഥങ്ങളിലെല്ലാം ഇതിനെക്കുറിച്ചുകൊണ്ട് പോയി അന്വേഷിക്കണം എന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഞാൻ ഓരോരോ ഇതിലൊക്കെ കയറി വായിച്ചും ഒക്കെ നോക്കുന്നത്. കാരണം എനിക്ക് ഒന്നാമതേ വായനശീലമില്ല. അന്ന് യൂട്യൂബ് പോലും വർക്കിംഗ് എനിക്കങ്ങനെ ഇല്ല. മൊബൈലിലൊന്നും യൂട്യൂബ് വഴി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് ഏതെങ്കിലും ബൈബിളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആരെങ്കിലും പറയുന്നതോ ഒക്കെ പോയി കേട്ടാലേ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അപ്പം എനിക്ക് ദൈവം പറഞ്ഞ പല കാര്യങ്ങളും ബൈബിളിലുണ്ട്, ഖുറാനിലുണ്ട്. ഈ കൽക്കി എന്നൊക്കെ പറഞ്ഞ് ആ പുള്ളി വരുമ്പോൾ ആ കാലഘട്ടം നടക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പം ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കൃഷ്ണൻ ചെയ്ത കാര്യങ്ങൾ, അപ്പം ഇതെല്ലാം വെച്ച് എനിക്ക് മനസ്സിലായി ഈ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്. ഓരോ കാലഘട്ടത്തും ഒരു കാലഘട്ട ചേഞ്ച് വരുന്ന സമയത്ത് ഒരു സർവനാശം ഉണ്ടായിരിക്കും. അവിടെ ജ്ഞാനമില്ലാത്ത അല്ലെ അറിവില്ലാത്ത ജനങ്ങൾ തന്നെ തമ്മിലടിച്ച് അവർ തന്നെ തമ്മിൽ നശിച്ചു കൊള്ളും. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു നാശം വരുന്നത്. ഇതിനോടൊപ്പം ഭൂമിയിലേക്കങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ, ഇപ്പൊ കഴിഞ്ഞ കാലത്ത് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായി മൊത്തം നശിച്ചു എന്നൊക്കെ കൃഷ്ണന്റെ കഥയിൽ പറയുന്നുണ്ട്, ബൈബിളിലത് പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പിന്നിൽ തന്നെ സത്യങ്ങളുണ്ടെന്നും അപ്പം എനിക്ക് കാണിച്ചെന്ന പല കാര്യങ്ങളും ഭാവിയിൽ വരാൻ പോകുന്നതാണെന്നും എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ദൈവമേ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം എന്ന് എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ചോദിച്ചെടുത്ത കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏതാണ്ട് ഒരു 10-15 വർഷത്തോളം എനിക്ക് കിട്ടിയ കാര്യങ്ങളെല്ലാം ഞാൻ പാലിച്ച് ശ്രമിച്ച് പാലിച്ച് ഒരു ലെവലായപ്പോൾ ഇപ്പോഴും ഓരോരോ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. എനിക്ക് വേണ്ട പുതിയ കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരുന്നു വെച്ചാൽ, നിന്നെ ഞാൻ എന്തൊക്കെ പഠിപ്പിച്ചു, എന്തൊക്കെ പറഞ്ഞു തന്നു, അത് നീ ജനങ്ങളെ അറിയിക്കണം. അപ്പം ഇതേ ലെവലിൽ ഇതേപോലെ ചിന്തിച്ചിരിക്കുന്നതും ട്രാപ്പായി കിടക്കുന്നത് പെട്ടു നിൽക്കുന്നതുമായ ആ ദൈവത്തിന് വേണ്ടവർ മാത്രം ഇത് മനസ്സിലാക്കുകയും അവരതനുസരിക്കുകയും അവർക്കൊരു ഉയർച്ച ദൈവം കൊടുക്കുകയും ചെയ്യും. മറ്റുള്ളവർക്ക് അവരെ കേസ് എനിക്കറിയില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിലൊക്കെ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് അവർക്ക് അതിൽ തന്നെ തൃപ്തരായി ഒരു പ്രശ്നമില്ലാതെ പോവുമായിരിക്കാം. പക്ഷെ ദൈവം ടാർഗറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് പറയുന്ന അനേകരുണ്ട്. ഇപ്പൊ തന്നെ ഒരുപാട് മെസ്സേജുകളും ഫോൺ വിളികളും എനിക്ക് വരുന്നുണ്ട്. അതിലെല്ലാം ശരിക്കും അവർക്ക് ഈ ഒരു മതത്തിലോ തൃപ്തിയില്ലാതെ ശരിക്കും ആ ദൈവത്തിന് വേണ്ടി ഞാനും എന്ത് ചെയ്യണം, അടുത്ത എന്ത് നിയമമാണ് പാലിക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് പലരും എൻ്റെ അടുത്ത് വിളിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെസ്സേജ് വിടുന്നത്. പക്ഷെ ഇപ്പൊ നിൽക്കുന്ന രീതിയിൽ തൃപ്തരായിട്ടുള്ളവർക്കൊന്നും ഞാൻ ഈ പുതിയതായി പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ദഹിക്കില്ല. പക്ഷെ ഇതൊക്കെയാണ് വ്യവസ്ഥ. അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യവും ഞാൻ പറയുന്നുണ്ട്. ദൈവത്തിന് മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. കാര്യം നമ്മൾ ട്രാപ്പായി അതിൽ പെട്ട് നിൽക്കുകയാണ്. അപ്പൊ ദൈവത്തോട് തന്നെ പറയണം, ദൈവമേ ഇതൊന്നും എനിക്ക് പാലിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എന്നെ രക്ഷിക്കണം, എനിക്കൊണ്ട് പറ്റാവുന്ന കാര്യം ഞാൻ ചെയ്യും എന്നും പറഞ്ഞ് നമ്മൾ ശ്രമിക്കുക. കാരണം നാളൊരു കാലം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലോട്ട് പോകും തോറും കൂടുതൽ നമ്മൾ ആ നെഗറ്റീവ് ശക്തികൾ നമുക്ക് എതിരെ ഇങ്ങനെയും വരും. ഇതിനോടൊപ്പം പ്രകൃതി തന്നെ തിരിച്ച് നമ്മൾ മൊത്തം ഭൂമിയിൽ ഒരു നാശം ആ ലെവലിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടാണ് പല പ്രവാചകർ അല്ലെങ്കിൽ ഈ ദൈവികമായി നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ഈ നാശം വരാൻ പോകുന്നു, അത് വരാൻ പോകുന്നു, ഇത് വരാൻ പോകുന്നു എന്നൊക്കെ പറയുന്നതെല്ലാം ദൈവം അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഇതിപ്പം ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഏതെങ്കിലും മതമാണെങ്കിലും അവരെയൊക്കെ നിയന്ത്രിക്കുന്ന ഓരോ അദൃശ്യ ശക്തികളുണ്ട്. അവർക്ക് സത്യങ്ങളൊക്കെ അറിയാം. അവരിത് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് അവരിത് ഇങ്ങനെയൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം ആ ദൈവത്തോട് എത്തുന്നവർക്ക് മാത്രം ഇത് മാറ്റിക്കൊടുക്കും. ഇത് ഏത് മതത്തിലൂടെ വേണമെങ്കിലും നമുക്ക് ആ ദൈവത്തോട് ബന്ധം ഉണ്ടാകാം. അല്ലാതെ ഞാൻ പറഞ്ഞതിന് വിശ്വസിക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ഗ്രന്ഥം വഴി ആ ദൈവത്തിലോട്ട് നിങ്ങൾ എത്തിയാലും നിങ്ങൾക്കത് മാറി ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് പ്രപഞ്ചം ചെയ്തു തരും. അതിന്റെ നിമിത്തങ്ങളിലൂടെ പല വിഷയങ്ങളിലും എനിക്ക് ആ അനുഭവം വന്നിട്ടുണ്ട്. കാരണം ചില നിമിത്തങ്ങളിലൂടെ ഞാൻ പോലും അറിയാതെ ആരോ എന്നെ രക്ഷിച്ചുകൊണ്ട് പോകുന്നത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഞാൻ നിൽക്കുന്നത്. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് ചില നിമിത്തങ്ങളിലൂടെ ആരോ നിങ്ങളെ സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലെയുള്ള അനുഭവത്തിലൂടെ ദൈവം നിങ്ങളെ കൊണ്ടുപോകും. അല്ലാതെ സ്വന്തം ബുദ്ധിയോ സ്വന്തം കഴിവാലല്ല നമ്മൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് രക്ഷപ്പെട്ടു പോകേണ്ടത്. ഉള്ളിലൂടെ ദൈവത്തിന്റെ സംസാരം, ചില ഇൻഫർമേഷൻസ്, അതനുസരിച്ച് നമ്മൾ പിറ്റേ ദിവസം എന്തെങ്കിലും ചെയ്യും. അതനുസരിച്ച് ഒരു വ്യത്യാസം വരും. എന്തെങ്കിലും നമുക്ക് അബദ്ധം പറ്റുമ്പോൾ വേറെ ആരോ നമ്മളെ സഹായിക്കുന്ന ഒരു അനുഭവത്തിലൂടെ നമ്മൾ അതിൽ നിന്ന് കരകയറി പോകും. ഇങ്ങനെ ഇതിൽ നിന്നെല്ലാം നമ്മൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് പോകും. എന്റെ അനുഭവത്തിൽ ഞാൻ പലതിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടും അങ്ങനെ വന്നിരിക്കും എന്ന് ദൈവം പറയുന്നുണ്ട്. അതിനുവേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ആ ദൈവവുമായി അടുക്കുക. ഇതാണ് ദൈവം എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയും ഞാനത് നിങ്ങളോട് അറിയിക്കുന്നതും. അപ്പോൾ ഇന്നിപ്പം വലിയ പ്രശ്നമില്ലാന്ന് പോലും വിചാരിച്ച് നിൽക്കരുത്. മാക്സിമം ആ ദൈവത്തിലോട്ട് എത്തുക. ദൈവത്തിലോട്ട് എത്തുക പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് തന്നെ കേട്ട് എൻ്റെ വഴിയിൽ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല.
ആ ദൈവം ഏത് മതത്തിലും ആ ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ദൈവത്തോട് നിങ്ങൾ എത്തുക, അതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതാതിൽ തന്നെ പറയുന്നുണ്ട്, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഹൈന്ദവ മതത്തിലെ ഞാൻ പോയി പലതും നോക്കുമ്പോഴെല്ലാം ഈ ദേവി ദേവന്മാരെ കുറിച്ചും അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ അദൃശ്യ ശക്തികളെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ പോയാൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. ഈ ഡീറ്റെയിൽസ് ഒന്നും മറ്റു ഗ്രന്ഥങ്ങളിലില്ല. സകലമാന ദേവി ദേവന്മാരെ കുറിച്ചും തിന്മയുടെ ശക്തികളെ കുറിച്ചും നന്മയുടെ ശക്തികളെ കുറിച്ചും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ഹൈന്ദവ ഗ്രന്ഥങ്ങളിലാണ്. പക്ഷെ അതൊക്കെ നോക്കി മനസ്സിലാക്കി പോകാനുള്ള കാലഘട്ടം കഴിഞ്ഞു. ഇതൊക്കെ ഇത്രയും നാൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ദൈവം പറയുന്നത് വെച്ചാൽ എത്രയും പെട്ടെന്ന് അടുത്ത ഇതിൽ നിന്നൊക്കെ വരാൻ പോകുന്ന വലിയ വലിയ തടസ്സങ്ങളിൽ നിന്നും നമ്മൾ കുരുങ്ങിക്കിടക്കുന്ന അവസ്ഥകളിൽ നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക. അപ്പൊ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പെട്ടെന്ന് എനിക്ക് ദൈവം പറഞ്ഞെന്ന് വെച്ചാൽ ഞാനിത് പറയുന്നത്. കാരണം ഇതൊക്കെ വായിച്ച് ഒന്നാമത് എനിക്ക് വായനശീലം ഇല്ല. അപ്പൊ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി പഠിപ്പിച്ച് നിങ്ങളുടെതൊക്കെ ഇനി ഞാൻ ശ്രമിച്ചാൽ പോലും ചില വർഷങ്ങളെടുക്കും ഇതൊക്കെ വായിച്ച് തീർക്കാൻ. അപ്പൊ ദൈവം എനിക്ക് എന്തോ ഭാഗ്യത്തിന് എന്റെ ചില സംശയങ്ങൾക്ക് ചില ഉത്തരങ്ങൾ എനിക്ക് പെട്ടെന്ന് തരികയും അത് ഞാൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഞാനീ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും മതത്തിലൊക്കെ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കാം. ഓക്കെ.